ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കാം, എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. കൊല്ലുന്നത് നമ്മളാണെങ്കിലും അകത്ത് പോകുന്നത് ദേ അവനായിരിക്കണം. ജപ്തി നടന്നതിന്റെ സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ തഞ്ചത്തിൽ വിളിച്ചോണ്ടുപോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊടുത്തു കൊന്നു എന്നാക്കണം. അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിൽ പിടിയിൽ തീർത്തു ഈ പുന്നാര അനിയൻ എന്നും ആവാം. രണ്ടായാലും വിഷ്ണു എന്ന വടവർഷം അടിപതറി വീഴും എന്നേക്കുമായി. എന്ത് വേണമെന്ന് ഉപേന്ദ്ര മുതലാളിക്ക് തീരുമാനിക്കാം. എന്നിട്ട് വേണം ഇതിന് എനിക്കെന്ത് വേണമെന്ന് പറയാൻ. കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അഭിമാനം, അതിനേറ്റ മുറിവ്, അതെനിക്ക് പരിഹരിച്ചു തരണം. എനിക്ക് പറക്കാതെ പോയ ഉണ്ണിയെന്ന് വിഷ്ണുവിനെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആ ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ എന്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ. സത്യഭാമ എന്നെ കാന്തം പോലെ ആകർഷിച്ചവളാ. അവളുടെ കുലം മുടിക്കാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ? അത് ഞങ്ങൾക്ക് പുതിയ അറിവാട്ടോ. എങ്കിലും പറയാം, എന്തിനും ഞങ്ങൾ തയ്യാർ. ഹെല്ലടി, പണം ഒഴുക്കാൻ ഉപേന്ദ്ര മുതലാളി തയ്യാറാണെങ്കിൽ മുതലാളിയുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒഴുകി കളയാൻ ഞങ്ങളും തയ്യാറാ. ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതെ, മഹാഭാരത യുദ്ധം പോലത്തെ യുദ്ധം. ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണം. അവന്റെ തലച്ചോറ് ചിന്നിച്ചെതറിക്കാൻ അവനെ വെല്ലുന്ന ഒരുത്തൻ, മുന്നിൽ നിർത്തി കളിക്കാൻ ആണായി പിറന്ന ഒരുത്തൻ. അവനെ ജയിക്കാൻ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഇവൻ പോരാ. കാരണം അവന്റെ കരളുറപ്പും ചങ്കുറപ്പും ഒക്കെ അവന് മാത്രമുള്ളതാ. ഈ ഇരട്ടച്ചങ്കരന് നമ്മൾ കളിയാക്കി പറയുന്ന ഒന്നുണ്ടല്ലോ, ആ പേര് ചേരുന്ന അവന് തന്നെയാ. അവനെ ജയിക്കാൻ നീക്കരുത്തും ആയോധന മുറകളോ ഒന്നും നോക്കണ്ട. ചതി, നല്ല ഒന്നാന്തരം ചതി, അത് മാത്രമേ വർക്കൗട്ടാവൂ. കാരണം ആണായി പിറന്നവനാ വിഷ്ണു. ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാ, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാനാവില്ല. ഒളിപ്പോര്, അത് മാത്രമേ നടക്കൂ. എനിക്കതറിയാം സുസ്മിതേ. അവന്റെ ശൗര്യം നേരിട്ട് കണ്ടതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മഹാഭാരത യുദ്ധത്തിൽ വില്ലാളി വീരനായ ഭീഷ്മനെ വീഴ്ത്തിയത് എങ്ങനാ, അതുപോലെ എനിക്കൊരു ശിഖണ്ഡിയെ വേണം. എന്റെ തലയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിന്റെ ചക്രം പോലെ അറക്കവാളുമായി നിന്നവനെതിരെ എനിക്കൊരു ഡമ്മി പോരാളിയെ വേണം. എന്നാലേ എനിക്ക് അവൻ പോലും അറിയാതെ പിന്നിൽ നിന്ന് കുത്താൻ പറ്റൂ. അതിനിവൻ തന്നെ ബെസ്റ്റ്. വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്ഡിയും ഇവൻ തന്നെ.